إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവ്വലോകങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരുടെയും പരിഗണന ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. എന്തൊരു നന്മ ചെയ്താലും അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മളെ പരിഗണിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ആളുകളൊരു നല്ല വാക്ക് പറഞ്ഞാൽ, ആളുകൾ നമ്മളെ ഒന്ന് പ്രശംസിച്ചാൽ അത് വലിയ മതിപ്പോടുകൂടി കാണുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്കും മറ്റുള്ളവരുടെ പരിഗണനകൾക്കുമൊക്കെ അപ്പുറത്ത് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവ് നമ്മളെ പരിഗണിക്കുക എന്നതാണ്
ഏറെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും കാണേണ്ട കാര്യം. കാരണം അള്ളാഹുവിൻ്റെ പരിഗണന നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റാരും നമ്മളെ പരിഗണിച്ചില്ലെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. എന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മളെ പരിഗണിക്കുകയും ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബ് നമ്മളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഏറ്റവും വലിയ അപകടമാണ് എന്നത് നാം തിരിച്ചറിയണം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പരിഗണന ലഭിക്കുക? അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെട്ട ആളുകൾ ആരാണ്? പരിഗണന ലഭിക്കുന്നവർ ആരാണ്? അള്ളാഹു അവൻ്റെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്ന, ആദരവ് ലഭിക്കുന്ന ഒരു കാര്യം അത് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമ്മളെ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹു ഇടപെടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് അവൻ നമ്മളെ പരിഗണിക്കാനും നമ്മുടെ ജീവിതത്തിൽ അവൻ ഇടപെടാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അല്ലേ? പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയേ, അവരുടെ പ്രാർത്ഥനയില്ലാതെ ഞാൻ എങ്ങനെയാണ് അവരെ പരിഗണിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ അടിമകൾ തന്നോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ റബ്ബ് അവരെ പരിഗണിക്കുക എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ റബ്ബ് പരിഗണിക്കണം. അവൻ്റെ സഹായങ്ങളും അവൻ്റെ ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ആ റബ്ബിനോട് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നാണ്. അല്ലേ? അവനോട് പ്രാർത്ഥിക്കുന്നവരെ അവന് ഇഷ്ടമാണ്, അവനോട് പ്രാർത്ഥിക്കാത്തവരോട് അവന് ദേഷ്യമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ രക്ഷിതാവിതാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നാൽ ആരാണോ എന്നോട് പ്രാർത്ഥിക്കാതെ എന്നോടുള്ള ഇബാദത്തിൻ്റെ കാര്യത്തിൽ അഹങ്കാരം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നത് സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നാളെ പരലോകത്ത് നിന്ദ്യരായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പം അല്ലാഹ് പറയാൻ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്നാൽ എന്നോട് പ്രാർത്ഥിക്കാതെ ജീവിതത്തിലെല്ലാം ഞാൻ സ്വന്തമായി ചെയ്യാം എന്ന് വിചാരിച്ച് തനിക്ക് താൻ മാത്രമായി ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവർ, അള്ളാഹുവിനെ ഇബാദത്തെടുക്കാത്തവർ, അവർ പരലോകത്ത് അങ്ങേയറ്റത്ത് നിന്ദ്യരായി നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് അവനെ നമ്മൾ ആരാധിക്കുക. ആരാധന എന്ന് പറഞ്ഞാൽ അവനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ്. അത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്രയാണ്? അല്ലേ? ഓരോ ദിവസവും 24 മണിക്കൂറിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അവനോട് ചോദിക്കുവാനും ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തിയ സമയം എത്രയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ടും നമ്മൾ പരാതി പറയുകയാണ്, റബ്ബനെ പരിഗണിക്കുന്നില്ല, റബ്ബൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. എത്ര കാലമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ജീവിക്കുന്നു, പക്ഷേ റബ്ബനെ ജീവിതത്തിൽ ഇതുവരെ പരിഗണിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ റബ്ബിനോട് പറയാൻ നമ്മൾ എത്ര സമയം മാറ്റിവെച്ചു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരെയാണ് റബ്ബ് പരിഗണിക്കുക എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ആ പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് ഉണ്ടാകണമെന്നതാണ്. അള്ളാഹു പറഞ്ഞല്ലോ, എല്ലാ ദിവസത്തെയും ആ ഒരു ആകാശത്തിന് 7-ാം ആകാശത്തിൻ്റെ 1/3 രാത്രി അവസാനിക്കുന്ന സമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുമത്രേ, മയ്യദൂനി അസ്തജിബ് ലഹു. അല്ലേ? ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാം. അതുപോലെ തന്നെ വമയ്യസ്അലുനി ഫൗതിഹു,
ആരുണ്ട് എന്നോട് ജീവിതത്തിൽ അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുവാൻ? ആ ചോദിക്കുന്നതിന് ഞാൻ കൃത്യമായി അവന് പരിഹാരം നിർദ്ദേശിക്കാം. അതുപോലെ തന്നെ വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹു, ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് അവൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകൾ ഞാൻ അവന് പുറത്തു കൊടുക്കാം എന്നല്ലാഹു പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ ആ പ്രാർത്ഥനകൾ ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കുന്നിടത്ത് എത്ര സമയം റബ്ബിന് കൊടുക്കാൻ കഴിയുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് റബ്ബിൻ്റെ കൽപ്പനയാണ്. ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും നിലനിർത്തിക്കൊണ്ട് റബ്ബിൻ്റെ പരിഗണന നേടിയെടുക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനോട് ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അവനിലേക്ക് ഉയർന്നു പോകരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തദൂ വലാ അൻഫുസികും, നിങ്ങൾ ഒരിക്കലും തന്നെ മനുഷ്യരെ നിങ്ങൾക്ക് എതിരായിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത്. വലാ തദൂ വലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കും എതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദൂ വലാ ഖദമികും, നിങ്ങളുടെ ജോലിക്കാർക്കെതിരായിക്കൊണ്ടും പ്രാർത്ഥിക്കരുത്. വലാ തദൂ വലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരായിക്കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കരുത്? ലാ തുവാഫിഖൂ മിനല്ലാഹി തബാറക വതആല സഅത നൈലിൻ ഫീഹാ അതാഉൻ ഫയുസ്തജാബു ലക്കും, ജീവിതത്തിൽ അല്ലാഹു ചോദിക്കുന്നതെന്തിനും ഉത്തരം നൽകുന്ന ഒരു സമയവുമായി ആ ചോദ്യമെങ്ങാനും ഒത്തുവന്നാൽ ആ ചോദിച്ചതെന്താണോ അത് നിങ്ങൾക്ക് ജീവിതത്തിലുടനെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അല്ലേ, എതിരായിക്കൊണ്ടുള്ള ചില പ്രാർത്ഥനകളാണ്. നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എതിരായ കാര്യങ്ങൾക്ക് അവൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന അത്തരം നന്മകൾ അത് എതിരായി സംഭവിക്കുവാൻ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ജീവിതത്തിൽ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്തിലാണ് ആ ചോദ്യം റബ്ബിലേക്ക് ഉയരുന്നത് എങ്കിൽ അത് സംഭവിക്കും. അള്ളാഹു അതിന് ഉത്തരം നൽകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. അല്ലേ, അതാണ് നിഷിദ്ധമായ പ്രാർത്ഥനകളായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിലൊന്നാമത്തത് എന്താ? ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങൾക്കെതിരായിക്കൊണ്ട് സ്വന്തത്തിനെതിരായിക്കൊണ്ട് ഒരിക്കലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകൂലമായ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ശാരീരികമായ ആ ഒരു ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ സമ്പത്തിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരായിക്കൊണ്ട്, നിങ്ങളുടെ ശരീരത്തിനെതിരായിക്കൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതെങ്ങനെയാണ് ഒരാൾ ശരീരത്തിനെതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കുക? അല്ലേ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ധാരാളം കാര്യങ്ങൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം ശരീരം ദുർബലമായി കിടക്കുന്ന ബെഡിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാതെ അദ്ദേഹം ഇങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹു, അല്ല മനുഷ്യ, നീ നിന്റെ ജീവിതത്തിൽ നിനക്കെതിരായിക്കൊണ്ട് എന്തെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിനക്കെതിരായിക്കൊണ്ട് നീ എന്തെങ്കിലും അള്ളാഹുവിനോട് തേടിയിട്ടുണ്ടോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നഅം, അതേ നബിയെ, ഞാനൊരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെന്താ? അദ്ദേഹം പറയാൻ, കുൻതു അഖൂൽ, ഞാൻ അള്ളാഹുവിനോട് ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്നു,
അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയാ. അല്ലാഹുവേ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് നീ പരലോകത്ത് വല്ല ശിക്ഷയും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിപ്പിക്കണേ. ഞാൻ ചെയ്ത വല്ല തിന്മകൾക്കും പരലോകത്തിനക്ക് വല്ല ശിക്ഷയും അല്ലാഹുവേ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റിവെക്കാതെ ഈ ദുനിയാവിൽ തന്നെ എനിക്ക് അനുഭവിപ്പിക്കണേ എന്നാണ്. അല്ലേ, കേൾക്കുമ്പോൾ തോന്നും ഒരു നല്ല പ്രാർത്ഥനയാണ് എന്ന്. കാരണം പരലോകത്ത് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദുനിയാവിൽ തന്നെ ആ ശിക്ഷ അനുഭവിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പകരം അഫലാ ഖുൽത, നിനക്ക് പറയുമായിരുന്നില്ലേ, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൻ്റെ എല്ലാ നന്മകളും എനിക്ക് നൽകണേ, പരലോകത്തും എല്ലാ നന്മകളും എനിക്ക് നൽകണേ, വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണേ. ഈ പ്രാർത്ഥന നിനക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? എന്തിനാ നീ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിൻ്റെ ഘട്ടമാണെങ്കിൽ പോലും, അല്ലേ, ഒരു രോഗത്തിന് അടിമയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതിൽ നിന്ന് അല്ലാഹുവിനോട് സൗഖ്യത്തിന് വേണ്ടിയും ചോദിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് മരിക്കാൻ വേണ്ടി പോലും വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് മരണത്തെപ്പോലും ജീവിതത്തിൽ ആഗ്രഹിക്കരുത് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എത്രത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും പല ആളുകളും പറയാറുള്ളത്, അല്ലേ, ഞാൻ ഇതോടുകൂടി അങ്ങ് നശിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ ഇതോടുകൂടി അങ്ങ് ഒടുങ്ങിപ്പോയിരുന്നെങ്കിൽ, ഇതോടുകൂടി ജീവിതം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയാൻ, ലാ തദ്ഉ അലാ അൻഫുസിക്കും, ഒരിക്കലും നിങ്ങൾക്കെതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അതൊരു പ്രാർത്ഥനയായിക്കൊള്ളണമെന്നില്ല. അതൊരു പക്ഷേ നമുക്കെതിരായ ചില വാചകങ്ങളായിരിക്കാം, പക്ഷേ റബ്ബത് സ്വീകരിക്കുന്നത് ആ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചാലും നമുക്കെതിരായിക്കൊണ്ട് കോപത്തിൻ്റെയും ദേശത്തിൻ്റെയും സമയത്താണെങ്കിൽ പോലും അത്തരമൊരു വാചകം നമ്മുടെ നാവിലൂടെ കടന്നു വരരുത് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി രണ്ടാമത്തത് എന്താ? അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, അല്ലേ, വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളൊരിക്കലും തന്നെ നിങ്ങളുടെ മക്കൾക്കെതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, സമ്പത്തും സന്താനങ്ങളുമൊക്കെ അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്, അലങ്കാരങ്ങളാണ്. അത് നശിച്ചു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോഴേ അത് നശിക്കേണ്ടതുള്ളൂ. അത് നശിക്കാൻ നിങ്ങളായിട്ട് പ്രാർത്ഥിക്കരുത്. അല്ലേ, മക്കളില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഒരു കുട്ടി ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹമാണ് എന്നത്. വർഷങ്ങളോളം കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ധാരാളം രക്ഷിതാക്കൾ, അല്ലാഹു അവർക്കൊക്കെയും സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൽ അതിന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ആ മക്കൾക്കെതിരായി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരും അവരെ ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നവരുമൊക്കെ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും ജീവിതത്തിൽ അതുണ്ടാകരുത്. മറിച്ച് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്താ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എൻ്റെ ഭാര്യമാരിൽ നിന്ന്, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണേ, എന്നെ മുത്തഖീങ്ങളായ ആളുകൾക്ക് ഇമാമാക്കണേ. അതാണ് വിശ്വാസിയുടെ നാവിൽ നിന്ന് അവൻ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കേണ്ട പ്രാർത്ഥന. അല്ലേ, ഒരിക്കലും എത്രമേൽ വലിയ പരീക്ഷണങ്ങൾ മക്കളെ കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ഒരു രക്ഷിതാവ് തൻ്റെ മക്കൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. കാരണം എന്താ? അല്ലാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി പറഞ്ഞ കാര്യമാണത്. 3 പ്രാർത്ഥനകളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിക്കളയാത്ത പ്രാർത്ഥനകളാണ്. തലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത് ലാ ശക്ക ഫീഹിന്ന. 3 പ്രാർത്ഥനകളുണ്ട്, അത് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്, അതിലൊരു സംശയവുമില്ല.
ദഅവത്തുൽ വാലിദ്, ഒന്നാമത്തത് ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മുസാഫിർ, അതുപോലെ തന്നെ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ്. ഈ 3 പ്രാർത്ഥനകളും നിർബന്ധമായും അല്ലാഹു ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അല്ലേ? ഒരു ഉമ്മ സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അത് സംഭവിക്കുമെന്നത് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, പ്രതികൂലമായി ഒരിക്കലും മക്കൾക്കെതിരായിക്കൊണ്ട് ഒരു രക്ഷിതാവ് പ്രാർത്ഥിക്കരുത്. അല്ലേ? ജുറൈജിൻ്റെ സംഭവം നമുക്കറിയാം. അല്ലാഹുവിന് അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത് അതിനു വേണ്ടി ഒരു പള്ളിയുണ്ടാക്കി ജീവിതം മുഴുവൻ അതിൽ നിന്ന് ഇബാദത്ത് ചെയ്ത വ്യക്തിയാണ് ജുറൈജ്. പക്ഷേ മാതാവിൻ്റെ എതിരായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം ജീവിതത്തിൽ അത്തരമൊരു മോശപ്പെട്ട വ്യക്തിയായി ചിത്രീകരിക്കപ്പെടാനുള്ള കാരണമെന്ന് പറയുമ്പോൾ ഉമ്മയുടെ പ്രാർത്ഥന അതല്ലാഹു സ്വീകരിച്ചാൽ ആ മക്കൾ ദുനിയാവിൽ വെച്ച് തന്നെ നശിച്ചു പോകുമെന്നതിൻ്റെ ഉദാഹരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രത്യേകിച്ചും ദേഷ്യം വരുമ്പോഴാണ് മാതാപിതാക്കൾ അത്തരത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ നീ നശിച്ചു പോയെങ്കിൽ, ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മക്കളുടെ മേൽ നമ്മൾ വർഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതെങ്ങാനും അല്ലാഹു സ്വീകരിച്ചാൽ ദുനിയാവിൽ തന്നെ അത് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരായി കൊണ്ട് പ്രാർത്ഥിക്കരുത്. എത്ര വലിയ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും മക്കളിൽ നിന്ന് അനുഭവിക്കുമ്പോഴും അവർ നന്നാകാൻ വേണ്ടി, അവർ ജീവിതത്തിൽ ഉപകാരമുള്ള സ്വാലിഹീങ്ങളായ മക്കളാകാൻ വേണ്ടിയാണ് ഒരു രക്ഷിതാവ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി 3-മത്തെ നോക്കൂ നിങ്ങൾ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജോലിക്കാർക്കെതിരായി കൊണ്ട് പ്രാർത്ഥിക്കരുത്. അല്ലേ? വല തദു വല ഖദമിക്കും, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന നിങ്ങളോടൊപ്പം സഹപ്രവർത്തകരായി ജീവിക്കുന്ന ആളുകൾക്ക് എതിരായിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, അവരുടെ തിരിച്ചുള്ള ഒരു പ്രാർത്ഥനക്കോ അല്ലെങ്കിൽ അവർ തിരിച്ച് നമുക്കെതിരാകുന്ന ഒരു സാഹചര്യത്തെ പോലും നമ്മൾ ഭയപ്പെടണം. ഒരു ജോലി ചെയ്ത് അവർക്ക് നിർബന്ധമായും നൽകേണ്ട ആ വേതനം, അവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ പോലും അത് അവരോടുള്ള അക്രമമാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, അഅ്തുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ ഖറഖുഹു. അല്ലേ? നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പിൻ്റെ കണങ്ങൾ മാറുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൂലി നൽകുക എന്ന് പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ജീവിതത്തിലൊരിക്കലും അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ മേഖലകളിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ഇത്തരം സന്ദർഭങ്ങളെ കാണാൻ നമുക്ക് പറ്റണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രവാചകനായ തൻ്റെ യജമാനായ റസൂലിനെ കുറിച്ച് പറയുന്ന വാചകൻ ചരിത്രത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ പോലും എന്നോട് ഒരു മോശമായി കൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം, അല്ലേ? ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, പ്രവാചകൻ്റെ കൂടെ 10 വർഷത്തോളം ജോലി ചെയ്ത് ജീവിച്ച സ്വഹാബിയാണ് ഞാൻ. പക്ഷേ ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉഫിൻ, ചേ എന്നൊരു വർത്തമാനം പോലും എന്നോട് എൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലിമ സ്വനഅത വലാ അലാ സ്വനഅത, നീ എന്തിനാണത് ചെയ്തത്, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് അത് ചെയ്തില്ല എന്ന് പ്രവാചകൻ എന്നോട് ചോദിച്ചിട്ടില്ല എന്നാണ്. അത്രയും മാന്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജോലിക്കാരോട് പെരുമാറിയത് എന്ന് പറയുമ്പോൾ അവർക്കെതിരായി കൊണ്ടല്ല, അവരുടെ സ്നേഹവും ഇഷ്ടവും ലഭിക്കുന്ന രൂപത്തിൽ അവരെ അനുകൂലമായി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത്തരത്തിൽ തൻ്റെ ജോലിക്കാരോട് എങ്ങനെ പെരുമാറിയെന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞല്ലോ. മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ വലംറഅതൻ ഖത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ ജോലിക്കാരെയോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യമാരെയോ പ്രവാചകൻ അടിച്ചിട്ടില്ല എന്നാണ്. ഭാര്യമാരെയും ജോലിക്കാരെയും ഒക്കെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുകയും പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കുകയും ഒക്കെ ചെയ്ത് അവർക്കനുകൂലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടത്. അതാണ് ഒരു നല്ല വ്യക്തിയുടെ സ്വഭാവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രവാചകൻ അത്തരം കൽപ്പനകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ 4 കാര്യങ്ങളിൽ 3 നമ്മൾ വിശദീകരിച്ചത്. 4-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ സമ്പത്തിനെതിരായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കരുത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളറിയണം, നിങ്ങൾക്ക് അള്ളാഹു ജീവിതത്തിൽ നൽകിയ സമ്പത്താണെങ്കിലും നിങ്ങളുടെ സന്താനങ്ങളാകുന്ന മക്കളാണെങ്കിലും അവർ ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ്. വ അന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത്. ദുനിയാവിലെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് വിചാരിക്കുന്നവരോട് അള്ളാഹു പറയാൻ, പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് സമ്പത്ത് അത് നഷ്ടപ്പെട്ടു പോകാം, അത് ജീവിതത്തിൽ പരീക്ഷണങ്ങളായി പല രൂപത്തിൽ കടന്നു വരാം. മക്കളും അങ്ങനെ തന്നെയാണ്, സ്വാലിഹീങ്ങളായ മക്കളുള്ള ആളുകൾ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ മക്കളെ കൊണ്ട് അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. അതൊക്കെയും പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി റബ്ബിൻ്റെ പരലോകത്തെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണമെന്നാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, സമ്പത്ത് അത് അധികമാകുകയാണെങ്കിലും കുറഞ്ഞു പോകുകയാണെങ്കിലും ഒക്കെ അതിനെതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. സമ്പത്തിനെതിരായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ഇതും കൂടി നശിച്ചു പോയിരുന്നെങ്കിൽ, അല്ലേ, ഉള്ളതുകൂടി അങ്ങില്ലാതായിപ്പോയെങ്കിൽ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ പല ആളുകളും നഷ്ടം സഹിക്കാൻ കഴിയാതെ വരുമ്പോഴൊക്കെ അത്തരത്തിലുള്ള വാചകങ്ങൾ പറയാറുണ്ട്. അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, നമ്മുടെ വാഹനമാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ സമ്പത്തായി നമ്മൾ കരുതുന്ന എന്തൊക്കെയുണ്ടോ അതിനെതിരായിക്കൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഒരു വാഹനം കേടുവന്നാൽ പലപ്പോഴും ആളുകൾ അതിനെ ശപിക്കാറുണ്ട്, അല്ലേ? ഒരുപാട് റിപ്പയർ ചെയ്തിട്ടും ഒരുപാട് ശരിയാക്കിയിട്ടും അത് ശരിയാകാതെ വരുമ്പോൾ നശിച്ച വാഹനമെന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു ലഅനത്തിൻ്റെ വാചകങ്ങൾ പലപ്പോഴും പല ആളുകളുടെയും നാവിൽ നിന്ന് കടന്നു വരാറുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ 4 കാര്യങ്ങളും പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു സാഹചര്യം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ ഒട്ടകം എണീക്കാതെ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന വാചകമുണ്ട്, ലഅനക്കല്ലാ, അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ അവിടേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഒരു മൃഗത്തെ ശപിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനാണ്. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യരുത്. ശപിക്കപ്പെട്ട ആ ഒരു മൃഗത്തിൻ്റെ മുകളിൽ കയറി ഞങ്ങളുടെ കൂടെ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ താഴെ ഇറക്കുന്ന ഒരു സാഹചര്യം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്, ലാ തദ്ഉ അലാ അൻഫുസിക്കും വലാ തദ്ഉ അലാ ഔലാദിക്കും വലാ തദ്ഉ അലാ ഖദമിക്കും വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളൊരിക്കലും നിങ്ങൾക്കെതിരായി, മക്കൾക്കെതിരായി, സമ്പത്തിനെതിരായി, നിങ്ങളുടെ ജോലിക്കാർക്കെതിരായി പ്രാർത്ഥിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകുന്ന റബ്ബ് അവനോട് നമുക്ക് നല്ലത് മാത്രം ചോദിക്കുവാനും നന്മയുള്ളവരായി ജീവിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ശാപവാക്കുകളും പ്രാർത്ഥനകളും ഒരിക്കലും പ്രവാചകൻ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാവുകളിൽ കടന്നു വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിച്ച് ജീവിക്കുന്ന, അവരുടെ കൽപ്പനകൾ ശിരസാവഹിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ
നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന തിന്മകൾ അള്ളാഹു നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമൊക്കെയുണ്ട്. അള്ളാഹുവരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം മാറാ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു അവൻ്റെ വിജയത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമുൻ അലൽ മുർസലീൻ.